ഡേ 11 ഓഫ് കട്ടിംഗ് സീരീസ് ഗോയിങ് ഫ്രം 85 kg ടു 75 kg. ഇന്ന് നമുക്ക് സൺഡേ ആണ്, അപ്പോൾ ഇന്നും നമുക്ക് റെസ്റ്റ് ഡേ ആണ്. പക്ഷേ നമുക്ക് ഇന്ന് എന്തെങ്കിലുമൊക്കെ കുറച്ച് കാലറീസ് ഒക്കെ ബേൺ ചെയ്യണം, നമുക്കത് ആലോചിക്കാം. അപ്പോൾ നമ്മൾ രാവിലെ എണീറ്റു, ഫ്രഷ് ആയി, അതിനുശേഷം നമ്മൾ കുറച്ച് വെള്ളം കുടിച്ചു, അതിനുശേഷം മൾട്ടി വൈറ്റമിനും ഫിഷ് ഓയിലും എടുത്തു. ഞാൻ എൻ്റെ വീടിൻ്റെ മുകളിൽ ഒരു ഫിഷ് ടാങ്ക് പണിയാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു 20 ഹോളോ ബ്രിക്സ് ഞാൻ ഇത്രയും കാണുന്ന സ്റ്റെപ്പ് ഫുള്ള് ഞാനിന്ന് കയറ്റി ഇറക്കി രാവിലെ. അപ്പോൾ അതായിരുന്നു എൻ്റെ ഇന്നത്തെ ബെസ്റ്റ് കാർഡിയോ എന്ന് പറയുന്നത്. ഞാൻ ശരിക്കും മടുത്തു ചെയ്തിട്ട് ക്ലോസ് ടു 20 ഹോളോ ബ്രിക്സ് ഞാൻ ഇന്ന് മുകളിൽ കൊണ്ടുവന്ന് അടുക്കി. ഓൾമോസ്റ്റ് ഒരു 40-45 സ്റ്റെപ്പ് ഉണ്ടായിരുന്നു. ഗൈസ് നമ്മുടെ വെയിറ്റ് ലോസ് സീരീസ് സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മുടെ വെയിറ്റ് ലോസ് സീരീസ് സ്റ്റാർട്ട് ചെയ്തിട്ട് 10 ദിവസമായിട്ടുണ്ട്. ഞാൻ പറഞ്ഞാലും ഞാനത് ഏറ്റവും എളുപ്പമായിട്ടും സ്ലോലിയാണ് കൊണ്ടുപോകുന്നത്. എന്ന് പറയുമ്പോൾ ഒരു ബോഡി ബിൽഡർ ഡയറ്റ് പോലെയല്ല, ഏറ്റവും ഈസിയസ്റ്റ് ആയിട്ട് എങ്ങനെ വെയിറ്റ് കുറയ്ക്കുക. നിങ്ങൾ ഓൾറെഡി എൻ്റെ 10 ദിവസം മീൽസ് കണ്ടാൽ മനസ്സിലായി കാണും. ഒന്നും സ്ട്രിക്റ്റ് അല്ല, എല്ലാം അളവ് കുറച്ച്, എന്നാൽ എല്ലാം എൻജോയബിൾ ആയിട്ടാണ് ഞാൻ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. സോ ഞാൻ ഡെയിലി 700 കാലറി ഡെഫിസിറ്റാണ് കീപ്പ് ചെയ്യുന്നത്, വിച്ച് മീൻസ് 1 kg ഫാറ്റ് എന്ന് പറയുന്നത് 7700 കാലറീസ് ആണ്. അതുകൊണ്ട് തന്നെ 700 കാലറി വെച്ച് ഒരു ദിവസം ഞാൻ ബേൺ ചെയ്താൽ 10 ദിവസം കൊണ്ടാണ് എൻ്റെ 1 kg ഫാറ്റ് കുറയാനായിട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ എൻ്റെ ഈ 10 കിലോ ഫാറ്റ് കുറയാൻ 100 ദിവസം എന്തായാലും അപ്രോക്സിമേറ്റ്ലി എടുക്കും. പക്ഷേ എല്ലാം സിമ്പിളായിട്ട് എത്രത്തോളം എളുപ്പത്തിൽ വെയിറ്റ് കുറയ്ക്കുക എന്നുള്ളതാണ് ഞാൻ ഈ ഒരു സീരീസിൽ കാണിച്ചു തരാനായിട്ട് പോകുന്നത്. സോ ഇന്ന് നമ്മുടെ വെയിറ്റ് നോക്കുമ്പോൾ അറിയാം നമ്മുടെ സീരീസ് പ്ലാൻ ചെയ്ത പോലെയാണോ പോകണമെന്നുള്ളത്. ഇന്ന് നമുക്ക് ഇത്ര ലാസ്റ്റ് 10 ദിവസം ഫുൾ 84-ൽ കിടന്നാണ് കളിച്ചത്. ഇന്ന് 10 ദിവസം കംപ്ലീറ്റ് ആവുന്നതുകൊണ്ട് തന്നെ 83-ലോട്ടാവണം. അപ്പോൾ നമുക്ക് 83 ആയോ നോക്കാം. കണ്ടല്ലോ, ഞാൻ പറഞ്ഞല്ലോ, അങ്ങനെ നമ്മളൊരു ബാലൻസ് കീപ്പ് ചെയ്ത് ഇങ്ങനെ എന്ത് കഴിച്ചാലും അതിൻ്റെ അളവ് കുറച്ച്, കാർബോഹൈഡ്രേറ്റിൽ ഒരു ലിമിറ്റ് കൊണ്ടുവന്ന് പ്രോട്ടീൻ്റെ അളവ് കൂട്ടി, ഇങ്ങനെ പോയി എല്ലാ സംഭവങ്ങളും നിങ്ങൾ ജെമിനി യൂസ് ചെയ്ത് ട്രാക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഈസി ആയിട്ട് എല്ലാ ഫുഡ്സും എൻജോയ് ചെയ്തോട്ടെ. ഞാനിപ്പോൾ ലാസ്റ്റ് സീസണിൽ മന്തി കഴിച്ചു, ബിരിയാണി കഴിച്ചു, എല്ലാം കഴിക്കുന്നത് നിങ്ങൾ ഓൾറെഡി കണ്ടാണ്. ഇങ്ങനെ നമുക്ക് വെയിറ്റ് കുറയ്ക്കാനായിട്ട് പറ്റും. സോ ഞാൻ ഓൾറെഡി എൻ്റെ വേറെ വീഡിയോയ്ക്കകത്ത് ഇതിൻ്റെ പ്രോംപ്റ്റ് ഞാൻ നിങ്ങൾക്ക് അയച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഇനിയും വേണമെങ്കിൽ പറഞ്ഞാൽ മതി, എന്നെ ഫോളോ ചെയ്തിട്ട് പ്രോംപ്റ്റ് എന്ന് കമൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഓൾറെഡി ആ പ്രോംപ്റ്റ് അയച്ചു തരാം. ഓക്കെ, ഇനി നമ്മുടെ മീലിലേക്ക് പോകാം. 150 grams ഓഫ് റൈസ്, 3 മുട്ട ഓംലെറ്റ് എടുത്തിട്ടുണ്ട്, ഒരു ചെറിയ കഷ്ണം ഉണക്കമീൻ, 150 grams ഓഫ് അവിയൽ ആൻഡ് ഓൾസോ 100 grams ഓഫ് പയർ കറിയാണ് നമ്മുടെ ഇന്നത്തെ മീൽ 1. അതിനുശേഷം ഞാൻ ഒരു ഡെസേർട്ട് ആയിട്ടൊരു 100 gram പപ്പായും കൂടെ കഴിച്ചു. പിന്നെ ഇന്ന് വീണ്ടും നമ്മൾ ഗോ സീറോ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ഷുഗർ ഫ്രീ ഐസ്ക്രീം മേടിച്ചു. സ്റ്റീവി യൂസ് ചെയ്തിട്ടുള്ള ഐസ്ക്രീമാണ്, ബട്ടർ സ്കോച്ച് ഫ്ലേവറായിരുന്നു. അപ്പോൾ ഇതും നമ്മളൊരു 100 gram എന്ന് കഴിച്ചു. ഇപ്പോൾ കഴിച്ച മീലിനും പിന്നെ ഞാൻ ആ പണി എടുത്തേണ്ട ആ കംപ്ലീറ്റ് സംഭവം, എത്ര കട്ട കൊണ്ടുപോയി എത്ര സ്റ്റെപ്സ് കൊണ്ടുപോയി എന്നൊക്കെ പറഞ്ഞ് അടിച്ചു കൊടുത്തപ്പോൾ 350 കാലറി നമ്മൾ ഈ വർക്കൗട്ട് ചെയ്തിട്ട് കത്തിച്ചിട്ടുണ്ട്. വർക്കൗട്ട് പറയാൻ പറ്റില്ല, പക്ഷേ ഓൾമോസ്റ്റ് നല്ല രീതിക്ക് പണി വന്നൊരു സംഭവമായിരുന്നു. സോ അങ്ങനെ നമ്മൾ 350 കാലറി കത്തിച്ചിട്ടുണ്ട്. ഫോർ മീൽ 2 നമ്മൾ 4 ബ്രെഡ്, ഒണിയൻ റോസ്റ്റ് 50 gram കൂടെ 2 ബോയിൽഡ് എഗ്സാണ് നമ്മൾ കഴിച്ചത്. ഫൈനലി ഡെസേർട്ടിന് വേണ്ടി നമ്മൾ സൂപ്പർ യുവിൻ്റെ ചീസിൻ്റെ പ്രോട്ടീൻ ബാർ വീണ്ടും മേടിച്ചു. 10 gram പ്രോട്ടീൻ്റെ ബാറാണ്. ഇതാണ് എൻ്റെ മാക്രോസ്. മീൽസ് എല്ലാം എൻ്റർ ചെയ്ത് കൊടുത്തു. നമ്മൾ 1763 കാലറി കഴിച്ചു. 80 grams ഓഫ് പ്രോട്ടീനാണ് കിട്ടുള്ളൂ. പ്രോട്ടീൻ കൂട്ടാൻ വേണ്ടി വെറുതെ കാലറീസ് ഒന്നും ഒരുപാട് കഴിക്കേണ്ട ആവശ്യമില്ല. 95 grams ഓഫ് ഫാറ്റ് നമ്മൾ കത്തിച്ചിട്ടുണ്ട്. സോ ലെറ്റ്സ് സീ അറ്റ് ഡേ 12.